കൂട്ടുകാരെ നമ്മൾ കൊടൈക്കനാലിൽ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ നേരെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 ലൊക്കേഷനാണ് നമുക്കിനി കവർ ചെയ്യാനുള്ളത്. ലേക്കും അതുപോലെ സൂയിസൈഡ് പോയിൻ്റാണ്. അപ്പോൾ സൂയിസൈഡ് പോയിന്റിൽ പോയപ്പോൾ നല്ല കോടയായിരുന്നു. നമുക്ക് മര്യാദയ്ക്ക് എന്താ പറയുക വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ലേക്കിന് ചുറ്റും ഒരു 8 കിലോമീറ്ററൊക്കെ നമ്മൾ കവർ ചെയ്ത് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് നമുക്ക് ക്യാമ്പ് ഫയർ ഇല്ല. കാരണം നല്ല മഴയാണ്. മഴ നമുക്ക് എന്താ പറയുക ഒരു പാരയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടില്ല. ഞങ്ങൾ എല്ലാവരും റൂമിലും പോയി മുട്ടി നമ്മൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് ഡാൻസ് എല്ലാം കളിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്നാലും നല്ല തണുപ്പുണ്ട്. എല്ലാവരും നല്ല സെക്ടറിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ ഒരു പ്രത്യേക റൈസ്, എന്ത് റൈസാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചത് മക്കളെ ഒരു രക്ഷയില്ല. നല്ലൊരു മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, നമ്മൾ ഉണ്ടാക്കിയതൊന്നും ഇതുപോലെയൊന്നും ആവില്ലെന്ന്. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി റൂമിൽ ഫ്രഷൊക്കെ ആയി കിടക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ആരും കടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഒരു ഡേ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പോകും. അപ്പോൾ ആ ഒരു മെമ്മറി നമുക്ക് ഓർത്ത് വെക്കണമെങ്കിൽ അന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് രാത്രി നമ്മൾ അവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആരെയും നമ്മൾ അധിക നേരം ഉറങ്ങാൻ വിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ഡാൻസ് എല്ലാം കളിച്ച്, അപ്പോൾ അടുത്ത റൂമിലുള്ളവർ ഉറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു മെമ്മറി കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. അപ്പോൾ നമ്മളത് അത്രയും ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.